അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ട്രഡീഷണൽ ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു ചക്കക്കുരു ഫ്രൈ ആണ്, ഒരു സ്നാക്കാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ സൈഡ് ഡിഷായിട്ടും യൂസ് ചെയ്യാം, പക്ഷേ ഇത് സ്നാക്കായിട്ട് ചായയുടെയൊക്കെ കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ്. ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിൽ ഞങ്ങൾക്ക് ചക്കയൊന്നും അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ കിട്ടാറില്ലായിരുന്നു. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഈ ചക്ക കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്, എന്തൊക്കെ പറ്റുമെന്നൊക്കെ. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ് ഈ ചക്കക്കുരു ഫ്രൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ സീസൺ ആണല്ലോ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് പഴുത്ത ചക്കയുടെ കുരുവാണ്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ചെറുതായിട്ടൊന്ന് മാത്രമേ നമ്മളത് ക്ലീൻ ചെയ്യാവൂ. ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മസാല പിടിക്കത്തില്ല. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫുൾ മസാല എണ്ണയിൽ പോകും. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് അതൊന്ന് ചുരണ്ടിയാൽ മതിയാകും. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, കോൺഫ്ലോർ ആവശ്യമാണെങ്കിൽ മതി. കോൺഫ്ലോർ ആകുമ്പോൾ കുറച്ച് അരപ്പൊക്കെ അതിനകത്ത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ മസാല എല്ലാം കൂടി ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ മതി കോൺഫ്ലോർ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചക്കക്കുരുലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ നമുക്കൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫുഡല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ആ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇപ്പം നമ്മൾ നന്നായിട്ട് മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 2-3 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. കാരണം എന്ന് വെച്ചാൽ അതിന് ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു 3 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. പഴുത്ത ചക്കയുടെ കുരുവിൽ മാത്രമേ ഇത് ചെയ്യാവൂ, എങ്കിലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. നിങ്ങൾ ആരും പച്ച ചക്കയുടെ കുരുവിൽ ഇത് ചെയ്യരുത്. നമുക്ക് ഇനിയിപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. നല്ല ഫ്ലേവർ കിട്ടും. കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ലതാണ്. ചെറിയ തീയിൽ വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതാ നമ്മുടെ അടിപൊളി ചക്കക്കുരു ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ സീസണല്ലേ, നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും.